നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, അതായത് മസാല വട. അപ്പോൾ എങ്ങനെയാണ് മസാല വട തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുകയാണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ എളുപ്പത്തിലുള്ള വട തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ നമ്മുടെ സാമ്പാർ പരിപ്പ്, അതായത് തുമരപ്പരിപ്പ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന തുമരപ്പരിപ്പിൻ്റെ ഒരു 1/4 കൂടുതൽ ഭാഗം നന്നായിട്ട് ഇതെങ്ങനെയൊന്ന് ചതച്ച്, ഒത്തിരി പേസ്റ്റ് വളരേണ്ട, അത്യാവശ്യം ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ഭാഗം ഒരു പിടിയോളം ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് സവാള അരിഞ്ഞതും, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പരിപ്പാണെങ്കിലും അങ്ങ് ഒത്തിരി നേരത്തെ വെള്ളത്തിലൊന്നും ഇരട്ട. ഇതൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് അരിയുന്നതിന് തൊട്ട് മുന്നേ ആ പരിപ്പൊന്ന് ഇച്ചിരി സമയം, ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്താൽ മതി. എന്നിട്ട് നമുക്കിങ്ങനെ അരച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തേക്ക് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരല്പം പെരുംജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അല്പം മുളക് പൊടി കൂടി എരിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ആ ഉള്ള നനവിൽ തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മുറുക്ക് ഞെവിടി അത് യോജിപ്പിച്ചെടുക്കണം. ഏകദേശം എല്ലാം മിക്സായി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയും കൂടി അരച്ചാലും ഈ വട കഴിക്കാൻ നല്ല രുചിയാണ്. ചട്നി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ്, നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മൾ സാധാരണയുള്ള വടയുടെ അത്രയും വലിയ വലിപ്പമൊന്നും കൊടുക്കത്തില്ല, ചെറുതായിട്ടായിരിക്കും ഇത് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് നല്ല മുരിഞ്ഞ ഒരു വടയായിരിക്കും ഇത്. ഞാനൊരു കടായിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഷേപ്പാക്കി നമ്മുടെ ഓരോ വടകളും എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു കമ്പി ഉപയോഗിച്ചാണ് ഓരോ സൈഡും മുരിയുന്നതനുസരിച്ച് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുരിയുന്നത് കോരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ പിന്നെ ഇതേപോലെ ഷേപ്പാക്കി ഇട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി മാവുകളും ഇതേപോലെ ചെറുതായിട്ട് ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഏകദേശം എല്ലാം മൂത്ത് വരുന്നുണ്ട്. നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ ഓരോന്നും കോരി എടുക്കുന്നത്. ഏകദേശം നന്നായിട്ട് മുരിഞ്ഞു. ഞാൻ ഓരോന്നും കോരിയെടുക്കാണ്. അപ്പോൾ എല്ലാവരും ഈ മസാല വടയും തയ്യാറാക്കി നോക്കുക. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നേരത്തെ കുതിർക്കാൻ ഇടവോ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ളൊരു വട തന്നെയാണ്. പെട്ടെന്ന് മുരിഞ്ഞും കിട്ടും, നല്ല ക്രിസ്പിയുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ്. ചമ്മന്തി ഇല്ല വെച്ചാലും ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.